ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങൾ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ബബ്ലൂസ് നാരങ്ങ. അപ്പോൾ ഞങ്ങൾ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയും. ഇതിന് വേറെ ഏതെങ്കിലും പേരുകൾ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അനിയൻ്റെ വൈഫ് എനിക്ക് തന്നപ്പോൾ ഞാൻ ഇത് കുറച്ച് നാളായിട്ട് കിട്ടിയിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ക്ലിപ്പിങ്സൊക്കെ വച്ചിരുന്നപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കാണിച്ചെന്നുള്ളൂ. നേരത്തെ കിട്ടി കട്ട് ചെയ്ത് കഴിച്ചതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, ഇതിൻ്റെ കളർ തന്നെ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇത് ഇതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മധുരമുള്ളതായിരുന്നു. അപ്പം ഞങ്ങളിത് കഴിച്ച് കിട്ടിയ ഉടനെ തന്നെ എന്തായാലും കഴിച്ചത്. അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ ബാക്കി പണിയിലേക്കൊക്കെ പോയത്. കുറേ നാളായി കണ്ടിട്ട്. മുമ്പ് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ 10 പൈസയോ 5 പൈസയോ ഒക്കെ കൊടുത്ത് ഒരല്ലി വാങ്ങിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ വാപ്പിച്ച് ഇത് എവിടെ പോകുമ്പോഴും കാണുമ്പോൾ വാങ്ങി തരാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾക്കിങ്ങനെ സംസാരിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞിരുന്ന് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റി ഞാൻ വച്ച് ക്ലീൻ ചെയ്ത് വെച്ച്, എന്നാലാണ് പപ്പു ഇതൊക്കെ വന്ന് എടുത്ത് കഴിക്കുള്ളൂ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടി കുക്കറിലിട്ടു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പപ്പു ഉപ്പ വീട്ടിലില്ലാത്ത ഒരു ദിവസമായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത്ര വലിയ ഫുഡൊന്നുമല്ല കേട്ടോ, ഒരു ചമ്മന്തി, ഒരു ഓംലെറ്റ്. ഇതാണ് എൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫുഡ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ മുമ്പൊക്കെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അത് 2-3 ഐറ്റംസ് വേറെ ഉണ്ട്, ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം. എല്ലാം കൂടി ഒന്നിച്ചല്ല കേട്ടോ. അപ്പോൾ അതിലൊരു കോമ്പിനേഷനാണ് ഞങ്ങളുടെ റോസ് ചമ്മന്തിയും ഓംലെറ്റും. ഈ റോസ് ചമ്മന്തിക്കും ഉണ്ട് ഒരുപാട് നൊസ്റ്റാൾജിക് സ്റ്റോറീസ് ഇട്ട്. അതിൽ കുറച്ച് തേങ്ങ, ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, തേങ്ങ, സവോള, പിന്നെ ചുമന്ന മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കളറും ആ പേരൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കുക. പിന്നെ കല്ലിൽ വെച്ച് അരച്ചെടുക്കുമ്പോഴായിരിക്കുമല്ലോ ഇതിന് നല്ല ടേസ്റ്റ്. അപ്പോൾ കല്ലിൽ വെച്ച് അരച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കില്ലേ നമ്മൾ. അപ്പോൾ ആ മിക്സിയിൽ അരക്കുമ്പോൾ അത്ര ഒരു പെർഫെക്ഷൻ കറക്റ്റായിട്ട് വരാത്തത് കൊണ്ട് പിന്നെ ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചിട്ടോ, ഒരു ടീസ്പൂണൊക്കെ, ഒരുപാട് വെള്ളത്തിൽ ചേർക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ച് പിന്നെ കൈ വെച്ച് തന്നെ അരഞ്ഞ് കഴിയുമ്പോൾ നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോഴൊക്കെ ഇതിൻ്റെ ആ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് ആ വെളിച്ചെണ്ണയായി ചേർന്ന് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും, അത്ര ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ റോസ് ചമ്മന്തി ഉണ്ടാക്കുന്ന പറയും ഇടയ്ക്ക്, ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വച്ചു. വെളിച്ചെണ്ണ ഒരിത്തിരി കൂടുതൽ ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഇനി ഓംലെറ്റ് ഉണ്ടാക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ ഇപ്പോൾ ഇത്ര എന്താ ഒന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഉപ്പാക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവാളയൊക്കെ ഒന്ന് വഴറ്റി, പച്ചമുളകൊക്കെ ആദ്യം നന്നായിട്ട് വഴറ്റി അതിലേക്ക് മുട്ട ഒഴിച്ച് ഉണ്ടാക്കുന്ന ഓംലെറ്റാണ് ഇഷ്ടം. എനിക്കിങ്ങനെ നല്ല പച്ച സവാള നല്ല ക്രഞ്ചി ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സവാള ഇത്തിരി കൂടുതൽ ചേർത്താലും ടേസ്റ്റാണ്. മുമ്പൊക്കെ ഇങ്ങനെ ലഞ്ച് ബോക്സിൽ ഈ ഓംലെറ്റും ചമ്മന്തിയും ഒക്കെ കൂടിയുള്ള കോമ്പിനേഷൻ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ എനിക്കെന്തോ ഓംലെറ്റ് കഴിക്കുകയാണെങ്കിൽ നല്ല ചൂടോടുകൂടി കഴിക്കണം. തണുത്തിരിക്കുന്നത് ഇപ്പം അത്ര ഇഷ്ടമല്ല. അപ്പോൾ പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മുട്ട കുത്തി ഒഴിക്കട്ടെ. അതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിത്തിരി അരിപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി പാലല്ലെങ്കിൽ വെള്ളം
ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്യും, നല്ലൊരു ഫ്ലഫിനെസ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഓംലെറ്റ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിത്തിരി വെളിച്ചെണ്ണ കൂടി നിന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ പാൻ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. അതിൽ നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ വെക്കുന്ന സമയത്ത് അവന് ചൂടില്ലാന്നുണ്ടെങ്കിൽ കേക്ക് താഴ്ന്നു പോകും. അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും പാൻ നല്ല ചൂടായിട്ടിരിക്കണം, എന്നാലേ ഈ ഓംലെറ്റ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല റെഡി ആയിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ഓംലെറ്റിൻ്റെ ഈ ബാറ്റർ നമ്മൾ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ച് ഒന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. തിന്നായിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിലും ഒന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ നല്ല ഫ്ലഫിനെസ് ആയിട്ട് വരും. തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇന്നത്തെ എൻ്റെ സംഭവ ബഹുലമായ ഊണ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചോറൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ എന്തൊക്കെ കറി ഉണ്ടെങ്കിലും എനിക്ക് ഒരിത്തിരി അച്ചാർ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ റോസ് ചമ്മന്തി, ഒരിത്തിരി നാരങ്ങ അച്ചാർ. അങ്ങനെ ഞാൻ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് മൈദപ്പൊടിയും ഉപ്പും പിന്നെ ഇത്തിരി ഓയിലൊക്കെ ചേർത്തിട്ട് ഒരു ഡോ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റെഡിയാക്കി 2-3 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഴച്ച് വെച്ച ബാറ്റർ ഞാനിതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി പലകയിലാവുമ്പോൾ അങ്ങനെ പുറത്തേക്കൊക്കെ ആയിട്ടേ അങ്ങോട്ട് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ സ്ലാബ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് റോളാക്കി എടുക്കാം. ഒരുപാട് തിക്നെസ് വേണ്ട, എന്നാൽ ഒരുപാട് തിന്നായിട്ടും വേണ്ട. ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും മോൾഡ് മതി. ഇതുപോലെ കണ്ണയുടെ ആ ഒരു മൂടി വെച്ചിട്ടാണെങ്കിലേ നമുക്ക് ഒരുപാട് ബലം പ്രയോഗിക്കാതെ പെട്ടെന്ന് കട്ടായി കിട്ടും. അങ്ങനെയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ റൗണ്ട് ആകുമ്പോഴേ ഒരു പ്രാവശ്യം നമ്മൾ മാവ് പരത്തിയിട്ടുണ്ടെങ്കിൽ കുറേ പീസായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാം. അതൊന്ന് മാറ്റി വെക്കുക. ശരിക്കും കട്ടായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ റൗണ്ട് ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കണം. ഓരോ പ്രാവശ്യം പരത്തുന്നതിന് മുമ്പായിട്ടേ സ്ലാബിൽ നമ്മളിതുപോലെ എവിടെ വെച്ചിട്ടാണോ നമ്മളിത് റോളാക്കി എടുക്കണമെന്ന് വെച്ചാൽ ഇത്തിരി അരിപ്പൊടി വിതറി കൊടുക്കുകയാണെങ്കിലേ പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫില്ലിങ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ. ചിക്കൻ്റെ കുറച്ച് നല്ല ഫ്ലഷി ഭാഗം എടുത്ത് കുറച്ച് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചിട്ട് പിന്നെ അതൊരു മസാല ആക്കിയതാണ്. അപ്പോൾ അങ്ങനെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കറിവേപ്പിലയുടെ തണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ റോൾ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ സ്നാക്ക് പൊട്ടിപ്പോകും, കഴിക്കുന്ന സമയത്തും ഒരു ഡിസ്റ്റർബ് ആകുമല്ലോ. അപ്പോൾ അങ്ങനെ സാധാരണ ഇഷ്ടപ്പെട്ട മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർത്ത് ഫില്ലിങ്സ് റെഡിയാക്കി വെക്കാം. ഈ ഫില്ലിങ്സ് നമ്മൾ റെഡിയാക്കി ഫ്രീസറിലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതേപോലെ മാവ് ഒന്ന് പരത്തിയെടുത്താൽ ഫില്ലിങ്സ് വെച്ച് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ എളുപ്പമാണ്. ഇതൊന്ന് ഫോൾഡ് ചെയ്യാം. എല്ലാ സൈഡും കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടും തന്നെ ഓയിലിലേക്ക് ഇടുമ്പോൾ പുറത്തേക്ക് ചാടി വരരുത്. പിന്നെ അത് കോഴിയുടെയൊക്കെ ചെയ്യണ പോലെ ഒരു ഡിസൈനും കൊടുക്കാം. അപ്പോൾ അതിന് 2 ഗുണമുണ്ട്. ഒന്ന് നല്ല സീലായിട്ട് വരും, പിന്നെ നല്ലൊരു ഡിസൈനും കിട്ടുമല്ലോ. ഇങ്ങനെ ഞൊറിഞ്ഞ് കൈവച്ച്
റെഡിയാക്കി എടുക്കാം. കണ്ടോ ഇതേപോലെ. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ വട്ടത്തിലാവുമ്പോഴേ നല്ല ക്യൂട്ടായിട്ട് സ്നാക്ക് കാണാൻ ഭംഗിയുണ്ടാവും. ബാക്കിയുള്ള മാവ് ഞാൻ പരത്തി വെച്ചത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനത് പരത്തിയത്. പിന്നെ ഞാൻ കരുതി എന്നാൽ വേറൊരു ഡിസൈനിൽ ചെയ്യാം, ഫില്ലിങ് സെയിം ആണെങ്കിലും വേറൊരു പാറ്റേണിൽ ചെയ്യാമെന്ന് കരുതി. ഇനി ബാക്കി വന്നതെല്ലാം ഫില്ലിങ്ങും ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. ഫില്ലിങ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ പരത്തി വെച്ച മാവിൻ്റെ എല്ലാ ഭാഗത്തും ഫില്ലിങ് എത്തണം. അപ്പോൾ അതിനു വേണ്ടി ഒട്ടും വേസ്റ്റാക്കാതെ നമുക്ക് എല്ലാ ഫില്ലിങ്സും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം എല്ലാ സൈഡിലും. ഈ കറിവേപ്പിലയുടെ തണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ടാണ് ഞാനത് എടുത്ത് മാറ്റണത് കേട്ടോ. ഈ അറ്റം വരെ കണ്ടോ, ഇവിടെ എല്ലാ ഭാഗത്തേക്കും ഫില്ലിങ് വരണം. ഇനി ഇത് പതുക്കെ റോൾ ചെയ്ത് കൊടുക്കാം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇത്തിരി അരിപ്പൊടിയൊക്കെ ചേർത്ത് സ്ലാബ് ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് വെച്ച് പരത്തുമ്പോൾ പെട്ടെന്ന് റോളായി കിട്ടും. രണ്ട് സൈഡിൽ നിന്നും പുറത്തേക്ക് ചാടി വരുന്ന ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഒന്ന് അകത്തേക്ക് തന്നെ വെച്ചിട്ട് ഇതേപോലെ നല്ലൊരു ഫിനിഷിങ്ങോടുകൂടി റോളാക്കുക. രണ്ട് സൈഡും ഒന്നിങ്ങനെ പ്രസ്സാക്കിയിട്ട് കറക്റ്റ് ഒരു ഷേപ്പിലാക്കി കൊടുത്താൽ മതി. അതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഈ കോയിൻ പൊറോട്ടയൊക്കെ ചെയ്യൂലേ, അതേപോലെ ഇങ്ങനെ വച്ചതിന് ശേഷം, അതായത് കുത്തി നിർത്തി വച്ചതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. മസാല പുറത്തേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ ഇരുന്നോളൂ. ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഈ ഓരോ റോളിനകത്തും മസാല ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ഓരോ ലെയർ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഈ പൊറോട്ടയൊക്കെ കഴിക്കുന്ന സമയത്ത് വിട്ട് അതിൻ്റെ ആ ഒരു ലെയർ വരില്ലേ, അതുപോലെ. അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ മിഡിൽ പോർഷനുള്ള ആ റൗണ്ടായിരിക്കും കാണാൻ കുറച്ചുകൂടി ഭംഗി. ഒരു ഫിനിഷിങ്ങിൽ കിട്ടുന്നത് അതാണല്ലോ. രണ്ടറ്റവും എന്ന് പറയുമ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കണം. ഷേപ്പാക്കി എടുത്താൽ മതി, കുഴപ്പമില്ല. ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓയിൽ ചൂടാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്യണ ഐറ്റംസ് കുറേ സമയം വരെ ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പൊടി കുഴയ്ക്കുന്ന സമയത്ത് ഉപ്പിട്ട് കുഴയ്ക്കുമല്ലോ നമ്മൾ, അതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ ഇടയിലേ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാന്നുള്ള പണി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇത് വൃത്തിയായി കിടക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ പണിയെല്ലാം മാറിയ പോലെ, എല്ലാം തീർന്ന പോലെ ഒരു ഫീലും കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഉപ്പിട്ട് മാവ് കുഴക്കണതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഏതെങ്കിലും ഒരു ഓയിൽ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് മാവ് കുഴക്കുക. അപ്പം ഈ നമ്മൾ ഫൈനലായിട്ട് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ചപ്പാത്തി മാവ് പോലെ അത്ര സോഫ്റ്റായിട്ട് കുഴക്കരുത് കേട്ടോ. അപ്പോൾ അത് എണ്ണ കുടിച്ചിട്ട് അതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും ഒരുപാട് നേരം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും പറ്റില്ല. നല്ല ടൈറ്റ് ബാറ്റർ ആയിരിക്കണം മാവ്. കുഴച്ചെടുക്കാനും പരത്താനൊക്കെ ഒരിത്തിരി ടഫായിട്ട് തോന്നും നമുക്ക്, എങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ ഔട്ടർ കവറിങ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഈ ടൈറ്റായിട്ട് മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ. പിന്നെ മൂന്നാമത്തെ കാര്യം, സാധാരണ ചായക്കടകളിലും റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡബിൾ ഫ്രൈ ചെയ്തെടുക്കുക. അതായത് നമ്മൾ ഓയിലിലേക്ക് ഇട്ടിട്ട് 2-3 സെക്കൻഡ്സ് തിരിച്ചു മറിച്ചോട്ട് കളർ ചേഞ്ച് ആവുന്നതിന് മുമ്പ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ഓർഡർ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് അവർ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഓയിലിലിട്ട് ഫ്രൈ ചെയ്യണത്. പരിപ്പ് വട, ഇങ്ങനെയുള്ള സ്നാക്കൊക്കെ അങ്ങനെ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മളിതിപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കണതല്ലേ. പക്ഷേ ഇത് തന്നെ കുറേ നേരം നല്ല ക്രിസ്പിനെസ്സിലിരുന്ന്, ഞാൻ ഇതിൽ കുറച്ച് ഓയിൽ ചേർത്ത്, പിന്നെ അതുപോലെ ബാറ്റർ നല്ല കട്ടിയുള്ളതായിരുന്നു. പിന്നെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്തോ, നമ്മളങ്ങനെ കേറ്ററിംഗ് വർക്കൊക്കെ ചെയ്യണവരാണ് ഈ ഡബിൾ ഫ്രൈ
എന്നുള്ള ഒരു രീതി ചെയ്യണത്. വീട്ടിലും ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് എനിക്കിപ്പോൾ ഇന്ന് ചായക്കും ഒരു 1-2 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് പാൽച്ചായയും കുറച്ച് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി അതെല്ലാം കഴിച്ചു. പിന്നെ ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് സെയിം ഓയിലിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ റൗണ്ടിലുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്താലും മതി. ഒരുപാട് ഓയിലിൽ മുങ്ങി കിടക്കണമെന്നില്ല. പക്ഷെ മുങ്ങി കിടന്ന് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പിനെസ്സും ഉണ്ട്. അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സോയ ചങ്ക്സ്, അപ്പം ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ട് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിത്തേക്ക് കുറച്ച് ചപ്പാത്തിയും കറി ഉണ്ടാക്കാൻ കരുതി സോയ ചങ്ക്സിൻ്റെ ഒരു സോയ ബട്ടർ മസാല ചെയ്യാമെന്ന് കരുതി സോയ ചങ്ക്സ് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഇത്തിരി വലിപ്പമുള്ളതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ കട്ടൊന്നും ചെയ്യണില്ല, ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് ചപ്പാത്തിക്ക് കൂടി മാവ് റെഡിയാക്കാം. നമ്മൾ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ചപ്പാത്തിപ്പൊടി ഗോതമ്പ് പൊടി വാങ്ങുന്ന സമയത്ത് അത് പച്ചവെള്ളത്തിൽ കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല, സോഫ്റ്റായി കിട്ടും. മില്ലിൽ നിന്നൊക്കെ നമ്മൾ പൊടിച്ച് വാങ്ങണ പൊടി ഇതേപോലെ കൈ കുത്തിയാൽ നമുക്ക് പൊള്ളാത്ത രീതിയിൽ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുക. പെട്ടെന്ന് ഓഫാക്കണം കേട്ടോ, ചെറിയ ചൂട്. അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് പൊടിയും ചേർത്ത് അതുപോലെ ഒരു ഫോർക്ക് വെച്ചാണെങ്കിലേ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടും. ഇങ്ങനെ മിക്സ് ചെയ്താൽ എല്ലാം ഒരു ബോളായിട്ട് വരും. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ഈ ഫോർക്കിൽ നിന്നും അങ്ങനെ മാറ്റിയിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണം. ഈ കൈ വെച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് മാവ് അത്യാവശ്യം നല്ല സ്റ്റിക്കി ആയിരിക്കണം. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകമായിരിക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് വീണ്ടും കുറച്ചുകൂടി പൊടി ചേർത്ത് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സൂപ്പർ ഡബിൾ സോഫ്റ്റിലുള്ള ചപ്പാത്തി കിട്ടും. കണ്ടോ, ഇപ്പോൾ നല്ല സ്റ്റിക്കിയാണ്. അത് നമുക്ക് ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന്, ഇതിന് പ്രത്യേകിച്ച് ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്കിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ശരിയാവും, മനസ്സിലാവും. ഒരുപാട് ടൈറ്റ് ആക്കാതെ ബോൾ പരത്തിയെടുക്കാൻ പാകത്തിനുള്ള. അതിൻ്റെ ഇടയിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്, അത് ഓഫാക്കുക. മാവ് കുഴച്ചെടുക്കുക. ഇനി മാവ് കുഴച്ചതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണ കൂടി കയ്യിലാക്കിയിട്ട് ചെയ്തെടുത്താലേ ഈ പാത്രത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് മാവ് എല്ലാം നമുക്കിങ്ങനെ ബോളാക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കുന്ന സമയത്ത് ഇത്തിരി ഓയിൽ ചേർത്താലും മതി. ഇങ്ങനെയാകുമ്പോൾ കണ്ടോ, ഈ പാത്രം നല്ല ക്ലീനായിട്ട് കിട്ടും, ഒട്ടും പൊടിയൊന്നും വേസ്റ്റ് ആവാതെ. ഇനി ചപ്പാത്തിയുടെ മാവ് ഇങ്ങനെ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ചെയ്യണ മാവ് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പരത്തിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അതൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഈ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ബട്ടർ മസാല ചെയ്യുന്ന സമയത്ത് സവാള എടുക്കുന്നതിൻ്റെ ഒരു ഡബിൾ ക്വാണ്ടിറ്റിയിൽ ടൊമാറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇത്ര ചേർക്കണുള്ളൂ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് സൺഫ്ലവർ ഓയിലിലോ ബട്ടറിലോ സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരിത്തിരി ബട്ടർ ചേർത്തെടുക്കുകയാണ്. ബട്ടറിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. അധികമൊന്നും വേണ്ട, ഒരിത്തിരി മതി. അതുപോലെ നമുക്ക് ഈ സവാളയും തക്കാളിയൊക്കെ റഫായിട്ട് കട്ട് ചെയ്യാം. നമ്മളിത് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും. ഒരുപാട് വഴറ്റിയൊന്നും എടുക്കണ്ട കേട്ടോ, ഒന്ന് അങ്ങ് വാടി കിട്ടിയാൽ മതി. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കസൂറി മെത്തിയൊക്കെ ചേർക്കുമ്പോഴാണ് ബട്ടർ മസാലക്കൊക്കെ അതിൻ്റെ തനതായൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് തണുക്കുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം. ഇനി ആ സെയിം പാനിലേക്ക് അതിൽ ഇത്തിരി ബട്ടർ ഉണ്ട്. അപ്പം ഇനി അതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ വലിയ പീസ് ഇനിയിപ്പോൾ ഇത്തിരി ചെറിയ പീസായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിലേ ആദ്യമേ തന്നെ കട്ട് ചെയ്ത് വേവിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് ഇതുപോലെ ഒരു സിസേഴ്സ് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കിട്ടാൽ മതി. കണ്ടോ, ഇതിപ്പോൾ എനിക്കങ്ങനെ അത് ഒരുപാട് ചെറിയ പീസ് വേണ്ട, ഞാൻ കാണിക്കണില്ല. അല്ല, ഞാൻ അങ്ങനെ ചെയ്യണില്ല. ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐഡിയയിൽ ചെയ്താൽ മതി. കണ്ടോ, ഇനി ഇത് നന്നായിട്ട് ഈ ബട്ടറിൽ കിടന്ന് ഒന്ന് സോട്ടായിട്ട് വരട്ടെ. എൻ്റെ ആ പച്ച കുത്ത് ഉണ്ടല്ലോ, സോയാ ചങ്ക്സിനൊരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക. ചെറിയൊരു കളർ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ഒരിത്തിരി ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സോയാ ചങ്ക്സിൽ എത്ര ഓയിൽ ചേർത്താലും അതിങ്ങനെ ഡ്രൈ ആയിട്ട് എല്ലാ ഓയിലും പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഒരു ഐറ്റമാണത്. അപ്പോൾ ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർക്കുക. ഒരിത്തിരി വെള്ളം കൂടി ചേർക്കണം, കുറച്ചുകൂടി വെള്ളം വേണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരട്ടെ. അപ്പോൾ സോയാ ചങ്ക്സിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കിയതിന് ശേഷം ഒന്ന് നോക്കട്ടെ. ഉപ്പ് ഇത്തിരി വേണം, കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഒരിത്തിരി ഉപ്പ് കൂടി നിന്നാലാണ് ഈ ചങ്ക്സ് പെട്ടെന്ന് ഉപ്പ് വലിച്ചെടുക്കും. അല്ല, അങ്ങനെ എല്ലാം അങ്ങനെ മസാലകളൊക്കെ നന്നായിട്ട് വലിച്ച് അബ്സോർബ് ചെയ്യണൊരിതാണ്. അപ്പോൾ ഇത്തിരി കൂടുതൽ വേണം. പച്ചമുളക് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. തക്കാളിയും സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് വഴറ്റി അരിച്ചാൽ ചിലപ്പോൾ എരിവ് കൂടി പോകും. പിന്നെ ഇത്തിരി കസൂരി മേത്തി ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത്തിരി കുരുമുളകിൻ്റെ പൊടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് ഒന്നുകിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം, അതില്ലെങ്കിൽ ഇതുപോലെ സാധാരണ പാല്, പശുവിൻ പാല് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഫ്രഷ് ക്രീം ആണെങ്കിൽ കുറച്ചൊരു തിക്നെസ്സും നല്ലൊരു റിച്ചായിട്ട് കിട്ടും. ഇപ്പോൾ ഫ്രഷ് ക്രീം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പശുവിൻ പാൽ തന്നെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് എല്ലാം കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ഉപ്പൊക്കെ നോക്കുക. ലാസ്റ്റ് ഒരിത്തിരി പഞ്ചസാര, അതുപോലെ കുറച്ച് ബട്ടർ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് ഇത്തിരി ബട്ടർ ചേർത്താം. പഞ്ചസാരക്ക് പകരം 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താലും മതി. ഒരുപാട് ഗ്രേവി ആവശ്യമില്ലല്ലോ, ഇത്തിരി തിക്കായിട്ടിരിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഈ പനീർ ബട്ടർ മസാല, മറ്റുള്ള ബട്ടർ മസാലാസൊക്കെ ചെയ്യണത് പോലെ തന്നെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കുക. ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇതെന്തൊക്കെ ഉപ്പാക്കൊരു ഇത്തിരി പീനട്ട് വേണമെന്ന് കുറച്ച് നേരമായി പറയണം. അപ്പോൾ അതൊന്ന് മൈക്രോവേവിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ റെഡിയായി കിട്ടും. എളുപ്പത്തിൽ റെഡിയാകുമെന്ന് മാത്രമല്ല, എല്ലാവരും ഈവനായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് റെഡിയാക്കാൻ വെക്കുന്ന സമയത്ത് ഒരിത്തിരി ഉപ്പ് വെള്ളം തളിച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ പൊടി വിതറിയിട്ട് കുറച്ച് വെള്ളം കയ്യിലെടുത്ത് തളിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഈ പ്ലേറ്റിൽ ഇത്രയേ ഉള്ളൂ. ഇതൊരു 7 മിനിറ്റ് വെച്ച് പകുതി സമയമാകുമ്പോൾ നമ്മളതൊന്ന് ഓഫാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഓണാക്കി കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ആ ഒരു സമയത്തിനുള്ളിൽ അതും റെഡിയായി വരും. പീനട്ട് അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ദേ ടിന്നിലേക്ക് ഇട്ട് വെച്ചതാണ്. ഉപ്പാക്ക് അതുപോലെ കപ്പലണ്ടി വറുത്തതുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ എല്ലാം കൂടി ഞാൻ ചെയ്യാറില്ല, കുറച്ച് ഇങ്ങനെ റെഡിയാക്കി ടിന്നിലിട്ട് വെക്കും. അങ്ങനെ അത് തീർന്നപ്പോൾ കുറച്ച് സമയമായി പറയണം അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചപ്പാത്തി എല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടോ. അല്ലെങ്കിൽ ഒരു ക്യാമറ വെച്ചിട്ടേ ഈ മൊബൈൽ വെച്ച് പരത്തലും ചുടലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാനിങ്ങനെ ഓടി നടക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എളുപ്പമാണല്ലോ. നല്ല സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തിയും അതുപോലെ ഞാൻ ഇടയ്ക്ക് കുറച്ച് സാലഡ് കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ
ബട്ടർ സോയ മസാല. അപ്പോൾ അതെല്ലാം ഞങ്ങളെല്ലാവരും ഇന്ന് ഇത് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ മറന്നു പോകും. അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും എന്തഭിപ്രായമാണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്